ഏറ്റവും നിഷ്കളങ്കനായ ആളാണ് നഥാനിയേൽ എന്നതാണോ യേശു ഉദ്ദേശിച്ചത്? തീർച്ചയായും അല്ല. ഇങ്ങനെയുള്ള കൂട്ടരും യേശുവിനെ കാണാൻ സ്ഥിരമായിട്ട് അവരും വരും. അവരുടെ ഹൃദയത്തിലെ കാപട്യം യഹോവ യേശു തിരിച്ചറിഞ്ഞു. നഥാനിയേലിനെ സാക്ഷ്യപ്പെടുത്തിയതുപോലെ യഹോവ യേശു നിങ്ങളെ ഓരോരുത്തരെയും സാക്ഷ്യപ്പെടുത്തട്ടെ. ഇവൾ സാക്ഷാൽ ഇസ്രയേൽ, ഇവനിൽ ഇവളിൽ കളങ്കമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ യഹോവയുടെ നാമം എങ്ങനെയാണ് വന്നതെന്നുള്ളൊരു മെസ്സേജ് ഇട്ടു. കേട്ട് കഴിഞ്ഞിട്ട് ചിലർ പറഞ്ഞത് ഞാൻ യഹോവയുടെ പക്ഷക്കാരിയാണെന്നാണ്, ചിലർ പറഞ്ഞത് ഞാൻ യേശുവിൻ്റെ പക്ഷക്കാരിയാണെന്നുള്ളതാണ്. ഒരു മെസ്സേജ്, പക്ഷേ അത് റിസീവ് ചെയ്തത് രണ്ട് തരത്തിലാണ്. മൂന്നാമതൊരു കൂട്ടരുണ്ടായിരുന്നു. ആ മെസ്സേജ് എന്താണോ അർത്ഥമാക്കിയത് അത് റിസീവ് ചെയ്തത്, ശരിയായ രീതിയിൽ റിസീവ് ചെയ്ത മൂന്നാമത്തെ ഒരു കൂട്ടം ആൾക്കാർ. എന്ത് തന്നെയാണെങ്കിലും യഹോവയുടെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യഹോവ ജഡം ധരിച്ചെത്തിയ നസറേനായ യേശുവിൻ്റെ സത്യ ഏകദൈവത്തിൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ട് തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചാണ്. നസറേനായ യേശുവിനെ കുറിച്ച് കേൾക്കാൻ, നസറേനായ യേശുവിനെ കാണാൻ പോയ രണ്ട് തരത്തിലുള്ള ആൾക്കാർ. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 43 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ഫിലിപ്പോസിനെ കണ്ടെത്തിയിട്ട് യേശു ഫിലിപ്പോസിനോട് പറയുന്നത് ഫോളോ മീ. ഇതിനുശേഷം ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ടെത്തിയിട്ട് ഫിലിപ്പോസ് നഥാനിയേലിനോട് പറയുന്നുണ്ട്, മോശയും പ്രവാചകന്മാരും ഒക്കെ എഴുതി വച്ചിരിക്കുന്ന അവനെ കണ്ടെത്തിയിരിക്കുന്നു, അത് നസറേനായ യേശുവാണ് എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ഉടനെ നഥാനിയേൽ ചോദിക്കുന്നത്, നസ്രത്തിൽ നിന്നും എന്തെങ്കിലും നന്മ വരുമോ എന്നതാണ്. എനിത്തിങ് ഗുഡ് ക്യാൻ കം ഫ്രം നാസറേത്ത്. പിന്നീട് നമ്മൾ കാണുന്നത് യേശു നഥാനിയേലിൻ്റെ അടുത്തെത്തിയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ്. നഥാനിയേലിനെ കാണുന്ന ഉടനെ യേശു പറയുന്നു, ഇവൻ സാക്ഷാൽ ഇസ്രയേൽ, ഇവനിൽ കളങ്കം ഇല്ലാത്തവനാണ്. നഥാനിയേൽ യേശുവിനോട് ചോദിക്കുന്നു, നിനക്കെങ്ങനെ എന്നെ അറിയാം? യേശു അവനോട് പറയുന്നു, അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു. ആ ഒരു വാക്ക് കേട്ട ഉടനെ നഥാനിയേൽ പറയുന്നു, നീയാണ് ദൈവത്തിൻ്റെ പുത്രൻ, നീയാണ് ഇസ്രയേലിൻ്റെ രാജാവ് എന്ന്. നഥാനിയേലിൻ്റെ യേശുവിനെ കണ്ടെത്തുന്നതിന് മുമ്പുള്ള, അല്ലെങ്കിൽ യേശുവിനുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ നടക്കുന്നതിന് മുമ്പുള്ള നഥാനിയേലിനെ കാണുന്നത്, നഥാനിയേൽ ഹാഡ് ഹിസ് ഓൺ ഡൗട്ട്സ്. നഥാനിയേലിന് യേശുവിനെക്കുറിച്ച്, തങ്ങളുടെ മശിഹായെക്കുറിച്ച്, തങ്ങളുടെ മശിഹ എവിടെ നിന്ന് വരും എന്നിങ്ങനെയുള്ള വ്യക്തമായ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഡൗട്ട്സിനെയൊക്കെ മറികടന്നുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലാനും യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാനുമുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്ന നഥാനിയേലിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് മാത്രമല്ല, യേശു പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രയേൽ, ഇവനിൽ കളങ്കമില്ലായിരുന്നു. അന്ന് ഇസ്രയേലിലെ ഏറ്റവും നിഷ്കളങ്കനായ ആളാണ് നഥാനിയേൽ എന്നതാണോ യേശു ഉദ്ദേശിച്ചത്? തീർച്ചയായും അല്ല. യേശു പറഞ്ഞത് ഇവൻ സാക്ഷാൽ ഇസ്രയേൽ. ഈ ഒരു വാക്യം കൊണ്ട് യേശു ഉദ്ദേശിച്ചത് ഒരു വലിയ ജനതയെ തന്നെയാണ്, ഒരു വലിയ സമൂഹം. നഥാനിയേലിനെ പോലെ ഒരുപാട് പേര് ഒരു മശിഹായെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ മശിഹ എവിടെ നിന്ന് വരും, മശിഹ എങ്ങനെയിരിക്കും, എങ്ങനെയായിരിക്കണം മശിഹായെ റിസീവ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള ഡൗട്ട്സ് സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ജെനുവിൻ ഡൗട്ട്സ്, ഇന്നസെൻറ്റ് ഡൗട്ട്സ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അടുത്ത കൂട്ടരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യേശു എന്തുകൊണ്ട് ഇവൻ സാക്ഷാൽ ഇസ്രയേൽ, ഇവനിൽ കളങ്കമില്ലായിരുന്നു എന്ന് പറഞ്ഞത്. യേശുവിനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ട്സുമായിട്ടുമാണ്, സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന എല്ലാ ഡൗട്ട്സുമായിട്ടാണ് നഥാനിയേൽ യേശുവിനെ കാണാൻ വന്നത്. പക്ഷേ യേശുവിനെ കണ്ടപ്പോൾ, യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ, യേശുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നഥാനിയേലിന് യേശുവിനെ കുറിച്ച് പൂർണ്ണമായിട്ട് വിശ്വാസം വന്ന് നഥാനിയേൽ ഹി ബിക്കെയിം എ ഫോളോവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹി ബിക്കെയിം എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പക്ഷേ ഇനിയും അടുത്ത കൂട്ടരുണ്ട്. ആ കൂട്ടരെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യേശു പറഞ്ഞ ഇവൻ സാക്ഷാൽ ഇസ്രയേൽ, ഇവനിൽ കളങ്കമില്ലായിരുന്നു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന്. രണ്ടാമത്തെ കൂട്ടരാണ് പരീശന്മാരും ശാസ്ത്രിമാരും, ഇങ്ങനെയുള്ള വലിയ മുമ്പന്മാരായ ആൾക്കാർ, മോശയുടെ ന്യായപ്രമാണം തങ്ങളുടെ ഹൃദയങ്ങളിൽ കൊത്തിവെച്ചിരുന്ന ആൾക്കാർ. ഇങ്ങനെയുള്ള കൂട്ടരും യേശുവിനെ കാണാൻ സ്ഥിരമായിട്ട് അവരും വരുമായിരുന്നു. പക്ഷേ അവർ വന്നിരുന്നത്, അവർക്കും ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അവരുടെ ഡൗട്ട്സ് എന്തായിരുന്നു? യേശു എന്ത് ചെയ്താലും, യേശു എന്ത് പറഞ്ഞാലും ഇപ്രകാരം എഴുതിയിട്ടില്ലേ, അപ്രകാരം എഴുതിയിട്ടില്ലേ, ആപത്താണ് ശാബത്ത് ദിവസം എന്തുകൊണ്ട് സൗഖ്യം കൊടുക്കുന്നു, നിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? അവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഡൗട്ട്സ് ഒന്നും അവർ യേശുവിനെക്കുറിച്ച് അറിയാനോ യേശുവിനെ സ്വീകരിക്കാനുമുള്ള മനസ്സുകൊണ്ടുള്ള ഡൗട്ട്സ് ഒന്നുമല്ലായിരുന്നു. ഇവൻ ഗലീലക്കാരനല്ലയോ, ഇവൻ തച്ചൻ്റെ മകനല്ലയോ, ഇവൻ യൗസേഫിൻ്റെ മകനല്ലയോ, ഇവൻ എങ്ങനെ ദൈവമാവും, ഇവൻ എങ്ങനെ ദൈവത്തിൻ്റെ പുത്രനാവും, ഇവൻ എങ്ങനെ മറ്റൊരു ലോകത്തിൽ നിന്നാവും, ഇവൻ 50 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലയോ, പിന്നെ എങ്ങനെ ഇവൻ അബ്രഹാമിനെ കാണും? അവരും ഒരുപാട് ഡൗട്ട്സ് നഥാനിയെ പോലെ ചോദിച്ചതാണ്. പക്ഷേ ആ ഡൗട്ട്സിൻ്റെ പിന്നിലുള്ള അവരുടെ ഹൃദയത്തിലെ കാപട്യം യഹോവ യേശു തിരിച്ചറിഞ്ഞു. കാപട്യമില്ലാത്ത ഡൗട്ട്സുമായിട്ട് വന്ന നഥാനിയേലിനോട് യേശു പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നുകൂടെ മനസ്സിലായി കാണുമായിരിക്കും. ഇവൻ സാക്ഷാൽ ഇസ്രയേൽ, ഇവൻ്റെ സംശയങ്ങൾ എന്നെ തിരസ്കരിക്കാനുള്ള സംശയമല്ല, ന്യായമായ ജെനുവിനായിട്ടുള്ള ഡൗട്ട്സാണ്. യേശുവിനെ കാണാൻ വന്നപ്പോൾ കല്ല് കരുതി വന്ന പരീശന്മാരും ഒരുപക്ഷെ ഉണ്ടായിരുന്നായിരിക്കണം.
നിങ്ങൾ ഏത് കൂട്ടത്തിൽ പെടുന്നവരാണ്? നഥാനിയേലിനെ പോലെ ജെനുവിൻ ഡൗട്ട്സുമായിട്ട് യേശുവിനെ കാണാൻ വരുന്ന ആളാണോ? യേശു തീർച്ചയായും നിങ്ങളെ അവൻ്റെ സ്വരം കേൾപ്പിച്ച്, അവനെ കേൾപ്പിച്ച് നിങ്ങളിൽ കൂടുതൽ വിശ്വാസം വളർത്താൻ അവൻ സഹായിക്കുന്നതാണ്. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കുന്നു, ഞാൻ അവരെ അറിയുന്നു, അവരെന്നെ ഫോളോ ചെയ്യുന്നു. യേശു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടി വിളിക്കുമ്പോൾ യഹോവയുടെ മകനെ കാണാതെ ബൈബിളിലെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യ ഏക ദൈവത്തിനെ നിങ്ങൾ തിരിച്ചറിയുക. നഥാനിയേലിനെ സാക്ഷ്യപ്പെടുത്തിയതുപോലെ യഹോവ യേശു നിങ്ങളെ ഓരോരുത്തരെയും സാക്ഷ്യപ്പെടുത്തട്ടെ. ഇവൾ സാക്ഷാൽ ഇസ്രയേൽ, ഇവനിൽ ഇവളിൽ കളങ്കമില്ല. താൻ വസിക്കുന്ന ഹൃദയങ്ങളിൽ, തന്നിൽ വിശ്വസിക്കുന്ന ഹൃദയങ്ങളിൽ യേശു കളങ്കം കാണുകയില്ല. യഹോവയിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഈ ബൈബിളിൽ പറയുന്ന സത്യ ഏക ദൈവത്തിൽ വിശ്വസിക്കുക. കം ഫോൾ ഇൻ ലവ് വിത്ത് ജീസസ്.